കല്യാണം കഴിയാതെയാണോ വയറ്റിലുണ്ടായതെന്ന്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഗർഭം പോലെ എന്തോ ഒന്ന് കാണുന്നുണ്ട്. ട്യൂബിലാണോ എന്നുള്ളതും കൂടെ. പ്ലാസന്റന്റെ പൊസിഷന് ഭയങ്കര ലോ ആണ്, ചങ്ക് പൊട്ടിയിട്ട് ചോര വരുന്നത് എന്ന് വളരെ കൂടുതൽ പൊന്തണതിന്റെ മുന്നേ കല്യാണം നടന്നു. ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സംഭവം നടന്നത് ആ ഒരു 5-ാം മാസത്തിലാണ്. പറ്റാത്ത കുറച്ച് സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ മെന്റലി അത്രയും ഞാൻ ട്രെൻഡിങ് ആയിരിക്കണല്ലോ വീട്ടിലെ പ്രശ്നം. അയ്യോ, വിവരമില്ലായ്മ ഒന്നും അഹങ്കാരവും അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്ന സെക്ഷന് പ്രസവത്തിൽ മരിച്ചുപോയ ഉമ്മമാരതും ഒരു സെക്ഷന് പ്രസവത്തിൽ മരിച്ചുപോയ കുട്ടികളതും. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവർക്കും വിശേഷങ്ങൾ? സുഖാണോ? നമുക്ക് ഇവിടെ സുഖാണ്, ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോ യാര ബേബി ഒക്കെ ഉറങ്ങാണ്, രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ എല്ലാരും പറയുന്നുണ്ട് ഡെയിലി വീഡിയോ ചെയ്യണം, വീഡിയോസ് എന്താ ഇടാത്തത്, ലോങ് വീഡിയോ ഒന്നും വരലില്ലല്ലോ ഇപ്പൊ എന്നൊക്കെ നേരിട്ട് കാണുമ്പോഴൊക്കെ പറയലുണ്ട്. യാര ബേബിക്ക് പനിയൊക്കെ ഒന്ന് മാറി ആ ട്രാക്കിലൊന്ന് കയറി വന്നിട്ടേ ഉള്ളൂ. ഫുഡൊന്നും ശരിക്കും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോ അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇൻഷാല്ലാ ടൈം കിട്ടുന്നതിനനുസരിച്ചൊക്കെ വീഡിയോ ചെയ്യും. കഴിഞ്ഞ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി സ്റ്റോറി പോസ്റ്റ് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അതിന്റെ പ്രഗ്നൻസി സ്റ്റോറി തന്നെ പറയാന്ന്. അപ്പോ കേട്ടാലോ? അപ്പോ പ്രഗ്നൻസി സ്റ്റോറി പറയുമ്പോ ആദ്യം നിങ്ങളോട് പറയാനുള്ളത് എന്റെ നിക്കാഹാണ്. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കല്യാണം കഴിയാതെയാണോ വയറ്റിലുണ്ടായതെന്ന്. അപ്പോ കല്യാണം കഴിഞ്ഞിട്ടില്ല, പക്ഷെ നിക്കാഹ് കഴിഞ്ഞതാണ്. നമുക്ക് ഏറ്റവും ഹലാലായത് നമ്മുടെ കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ നിക്കാഹ് തന്നെയാണല്ലോ അല്ലെ. അപ്പൊ നിക്കാഹ് കഴിഞ്ഞിട്ടാണ് പ്രഗ്നന്റ് ആയത്. നിക്കാഹ് എന്ന് പറയുമ്പോ എന്റെ നിക്കാഹ് 2024 നവംബർ 7-നായിരുന്നു എന്റെ നിക്കാഹ്. അന്ന് എനിക്ക് 19 വയസ്സായിരുന്നു. എന്റെ ഡെലിവറി 20-ാമത്തെ വയസ്സിലാണ്. ഇപ്പൊ എനിക്ക് 21 വയസ്സാണ്. അപ്പോ ഇന്ന പിന്നെ ഇനി പ്രഗ്നൻസി സ്റ്റോറി കേട്ടോളാം. ഇപ്പൊ കല്യാണം കഴിഞ്ഞത് തന്നെയാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണം നിക്കാഹ് തന്നെയാണ്. നമുക്ക് ഏറ്റവും വലുത് നിക്കാഹാണ്. നമ്മുടെ സമസ്തന്റെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളില്ലേ, തങ്ങളും എന്റെ ബ്രദറും ആണ് കൈ കൊടുത്തിട്ട് ഇന്ന് എന്റെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചത്. അൽഹംദുലില്ലാ, അങ്ങനെയാണ് നിക്കാഹ് കഴിഞ്ഞത്. അപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കരുത് കല്യാണം കഴിയാതെയാണോ പ്രഗ്നന്റ് ആയതെന്നുള്ളത്. അതിനുള്ള ഒരു ആൻസർ ആണ് ഇപ്പൊ ഞാൻ തന്നത്. ഇനി എന്നാലും പ്രഗ്നൻസി സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. നിക്കാഹ് കഴിഞ്ഞ് ഞാനും എന്റെ ഹസ്ബൻഡും ഒരുമിച്ച് തന്നെ ആയിരുന്നു. ട്രിപ്പ് പോവലായിട്ടും അങ്ങനെ കുറെ ഒക്കെ ഒരുമിച്ചായിരുന്നു ഞങ്ങള്. അങ്ങനെ പിരിഞ്ഞു നിന്നിട്ടില്ല. നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങള് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങള് മണാലിക്ക് ഒരു ട്രിപ്പ് പോയി. മണാലിയിൽ പോയി വന്ന സമയത്താണ് എന്റെ വയറ്റിലൊരു കുഞ്ഞ് അതിഥി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ പ്ലാനഡ് അല്ലായിരുന്നു. അതിനെ കുറിച്ചൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് പഠിച്ചോനെ ഒരു കുട്ടീനെ തന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഒക്ടോബർ 13-ന് രാത്രി എന്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ എനിക്ക് പ്രഗ്നൻസി കാർഡ് വാങ്ങിച്ചത്. എനിക്ക് അങ്ങനെ പീരീഡ്സ് ഡിലേ ആവലില്ല, ഒക്കെ കറക്റ്റ് ആയിട്ട് ആവലുണ്ട്. പക്ഷെ അന്ന് രണ്ടു ദിവസം ഡിലേ ആയിട്ടുള്ള. ഒട്ടും അപ്പോഴും പ്രഗ്നൻസി ആവും എന്നുള്ളത് ഒട്ടും മൈൻഡിൽ വരുന്നില്ല, ഒട്ടും പ്രതീക്ഷിക്കണില്ല. നമ്മൾ വിചാരിക്കാതല്ല, അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കണില്ലായിരുന്നു. അങ്ങനെ 13-ന് രാത്രി വാങ്ങിച്ചിട്ട് പിറ്റേന്ന് ഫെബ്രുവരി 14 നമ്മളെ വാലന്റൈൻസ് ഡേ ആണ്. ഞങ്ങളെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആണ്. വാലന്റൈൻസ് ഡേന്റെ അന്നാണ് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തത്. എനിക്ക് അങ്ങനെ മെമ്മറീസ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയം എന്നുള്ളതിനുപരി ഞാൻ ഇതിന്റെ മുന്നേ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ സിസ്റ്ററിന്റെ കുട്ടികളുടെ ഞാൻ എല്ലാ ചെറിയ കാര്യങ്ങൾ വരെ ക്യാപ്ചർ ചെയ്ത് വെക്കാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അത് ഓർക്ക് കൂടെ കാണുമ്പോൾ അത് ഓർക്ക് അത്രയും സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞത് ഇനി ക്ലിക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നാളെ യാര ബേബി വലുതാവുമ്പോ നമ്മുടെ കുട്ടികൾ വലുതാവുമ്പോൾ ഓർക്ക് പോലെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ കാണാലോ. അത് ഡിലീറ്റ് ആവാതെ പോലെ ചെറുപ്പം മുതലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കാണാലോ എന്ന് അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ചാനൽ തന്നെയാണിത്. അങ്ങനെ പക്ഷെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതായതുകൊണ്ട് എന്റെ പ്രഗ്നൻസി നോക്കിയ സമയത്ത് ഞാൻ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഞാൻ കാർഡിലിട്ട് ഞാൻ നെവർ മൈൻഡ് ആയിട്ടോ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ ഈ സാധനം ഇങ്ങനെ കുലിക്കുന്നുണ്ട് രാവിലെ തന്നെ അല്ലേ, ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്തോണ്ടിരിക്കണം. ആദ്യം നോക്കിയപ്പോ ഒന്നുമില്ലായിരുന്നു, പിന്നെ നോക്കിയപ്പോ ഡബിൾ ലൈന്. അപ്പൊ ഞാൻ ആകെ ഷോക്കായി പോയി. എനിക്കും വിറയല് മാറണില്ല. അപ്പൊ തന്നെ ഞാൻ ഓടി പിടിച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പോയി ഞാൻ കാണിച്ചു കൊടുത്തു. ആൾ ഉറങ്ങിയായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് ഞാൻ എണീപ്പിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോ എനിക്കറിയൂല, എന്റെ ഹസ്ബൻഡ് അത് ഹാപ്പി ആയിട്ടാണ് എന്റെ അടുത്ത് നിന്ന് ആ ഒരു സാധനം വാങ്ങിച്ചിട്ട് എനിക്ക് ആ റിയാക്ഷൻ കിട്ടിയ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് തന്നു. അതുവരെ എനിക്ക് മനസ്സിൽ ടെൻഷൻ ആയിരുന്നു. ഇപ്പൊ തന്നെ വയറ്റിലുണ്ടായോ, ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ളൊരു ടെൻഷന് എത്ര ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ. പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ റിയാക്ഷൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താന്ന് എനിക്കറിയില്ല, ആളെ കണ്ണൊക്കെ നിറഞ്ഞിട്ട്
എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അത് കണ്ടപ്പോ. അപ്പൊ പിന്നെ എന്റെ ടെൻഷൻ പകുതി പോയി. പക്ഷെ ഞങ്ങള് അറിഞ്ഞ സമയത്ത് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ, അതാണ് സത്യം. ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ എവിടേക്കോ ബൈക്കിൽ, എനിക്ക് തോന്നുന്നു അറിഞ്ഞ അന്ന് തന്നെ, വാലന്റൈൻസ് ഡേന്റെ അന്നല്ലേ, അറിഞ്ഞ അന്ന് തന്നെ ഞങ്ങള് രാമക്കൽമേട് എവിടെ പോയിരുന്നു തോന്നുന്നു കേട്ടോ. രാമക്കൽമേട് തന്നെയാണോ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. അവിടെ എവിടെയാണ്, അവിടെ പോയിട്ട് നല്ലോണം പൂളിലൊക്കെ ചാടി. പക്ഷെ എനിക്കന്ന് നല്ല പനി വന്ന്, റിസോർട്ടിൽ നിന്ന് നല്ല പനി വന്നു പറഞ്ഞാൽ ഉച്ചക്ക് കിടന്നുറങ്ങിയിട്ട് ഞാൻ രാത്രിയാണ് എണീച്ചത്. ഭയങ്കര പനി. പിന്നെ തിരിച്ചു വരുമ്പോ ബൈക്കിലും വേണ്ട വരാൻ. അപ്പൊ ഞങ്ങൾ നല്ലോണം റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ പിറ്റേ ദിവസം വന്നത്. ഇത് എന്റെ വീട്ടിലും ആരും ഞാൻ അറിയിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല, ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടില്ല, ഫാമിലിയിൽ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കൊരു പ്രശ്നമുണ്ട്, എന്ത് സംഭവം എന്റെ അമ്മച്ചിനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ അമ്മച്ചിക്ക് ഇങ്ങനെ ഒരു സൂചന കൊടുത്തു. എന്റെ അമ്മച്ചിനോട് ഇങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ വയറ്റിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇങ്ങനെ കാർഡിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ ഉമ്മച്ചി ഫസ്റ്റ് ഒന്ന് നെട്ടിയെങ്കിലും പിന്നെ ഉമ്മച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പഠിച്ചോൻ നമുക്ക് തരുന്നതല്ലേ, പഠിച്ചോന് അത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാന്നുള്ളതിലായിരുന്നു എന്റെ ഫാമിലി ആണെങ്കിലും ആരാണെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതിലൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എന്റെ ഫാമിലിയിലും പറഞ്ഞത് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ വേണ്ടാന്ന് വെക്കരുത്, കുട്ടികൾക്കും വേണ്ടിയിട്ട് പഠിപ്പും വേണ്ടാന്ന് വെക്കരുത്, രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ പിന്നെ ഞാൻ ഒന്നുകൂടെ സ്ട്രോങ് ആയി, എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ ഫാമിലിയിൽ എല്ലാവരും അറിഞ്ഞു. പിറ്റേ ദിവസം സുധ ഡോക്ടറെ അടുത്ത് പോയി. ഞാൻ മലപ്പുറത്ത് ഇത്തീസിൽ സുധ ഡോക്ടറെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്പിരുന്ന് പറയുമ്പോൾ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ ഗൈനക്കിന്റെ കാര്യത്തില് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ഞങ്ങള് ഡോക്ടറെ അടുത്ത് പോയി, സുധാ മാമിന്റെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞത് പീരീഡ്സ് തെറ്റി കുറച്ചായിട്ടുള്ളൂ, 2-3 ദിവസം ഗ്യാപ്പ് ഉണ്ടായിട്ടുള്ളായിരുന്നു. അപ്പോ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞത് ഗർഭം പോലെ എന്തോ ഒന്ന് കാണുന്നുണ്ട്, ട്യൂബിലാണോ എന്നുള്ളതും കൂടെ നോക്കണം. അപ്പൊ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ഒരു 1.5 ആഴ്ചയെങ്കിലും ആയിക്കോട്ടെ, 1.5 ആഴ്ച ആയിട്ട് ഒന്നുകൂടെ എന്റെ അടുത്തേക്ക് വരാന്നാ പറഞ്ഞത്. പക്ഷെ അന്ന് കാണിച്ച് വന്ന അന്ന് മുതല് എനിക്ക് ഭയങ്കര ഛർദിയായിരുന്നു. ഛർദി എന്നൊക്കെ പറഞ്ഞാ തലകറക്കം, ഛർദി, ചോര ഇങ്ങനെ ഛർദിക്കായിരുന്നു. ഛർദിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഛർദിയായിരുന്നു. എനിക്കൊരു വെള്ളം പോലും കുടിക്കാൻ പറ്റണില്ലായിരുന്നു. വെള്ളം കുടിച്ചവരെ ഞാൻ ഛർദിക്കാം, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ബെഡിൽ മാത്രം എനിക്കൊന്ന് എണീറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഛർദിക്കാൻ പോലും പുറത്തു പോകാൻ പറ്റാത്ത രീതിക്ക് ഞാൻ തളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബെഡിൽ തന്നെ അടഞ്ഞുകൂടി. അങ്ങനെ പിന്നെ ഒരു 3rd മന്തിൽ നമ്മളെ ഫസ്റ്റ് സ്കാനിങ് ഉണ്ടല്ലോ, അങ്ങനെ ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്നപ്പോ സുധ ഡോക്ടർ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പ്ലാസന്റന്റെ പൊസിഷന് ഭയങ്കര ലോ ആണ്, താഴെയാണ് പ്ലാസന്റന്റെ പൊസിഷൻ ഉള്ളത്. അപ്പോൾ അതൊന്ന് നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം റെസ്റ്റ് എടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് ഡോക്ടർമാർ പറയുന്നതാണല്ലോ വലുത്. ഡോക്ടർ എന്താണോ പറയണത് അതുപോലെ നമ്മൾ മുന്നോട്ട് പോവുക. എന്താണോ ഡോക്ടേഴ്സ് പറയണത് അത് നമ്മൾ ചെയ്യുക. അപ്പൊ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലാണ്, ഞാൻ നല്ലോണം റെസ്റ്റ് എടുക്കലുണ്ടായിരുന്നു. റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് എണീച്ച് നിൽക്കാൻ പോലും വയ്യായിരുന്നു. അത് വേറൊരു കാര്യം കേട്ടോ. എനിക്ക് ഒന്നിനും പറ്റണില്ലായിരുന്നു. വെള്ളം കുടിച്ചാൽ ഛർദിക്കുക. അത് ഒരു 5 മാസത്തോളം, 6 മാസം എന്ന് പറയണവരെ, 6-ാം മാസം പൂർത്തിയാവണത് വരെ എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ബ്ലഡ് മാത്രമായിട്ട് ഛർദിച്ച് പോരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ അമ്മച്ചി പറയും, ഒന്നും കഴിക്കാതെ, ഒന്നും വയറ്റിലില്ലല്ലോ, ഒന്നും വയറ്റിൽ ഇല്ലാതായിട്ടാണ് ചങ്ക് പൊട്ടിയിട്ട് ചോര വരുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ 5 മാസത്തിന്റെ ഇടക്ക് ഞാൻ ഹോസ്പിറ്റല്, വീട് ഹോസ്പിറ്റൽ അങ്ങനെ തന്നെയായിരുന്നു. പല പ്രാവശ്യം ഞാൻ ഗ്ലൂക്കോസ് ഇട്ടിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. നിക്കാഹെല്ലാം കഴിഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പൊ കല്യാണം കഴിയാത്തത് കൊണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പറയായിരുന്നു, എന്നാ വയറ് കൂടുതൽ പൊന്തണതിന്റെ മുന്നേ കല്യാണം നടത്തിക്കോളിന്ന്. അപ്പൊ എന്റെ ഉപ്പ തമാശയായിട്ട് പറയായിരുന്നു, എന്റെ കുട്ടിക്ക് എണീച്ച് നിക്കാൻ പറ്റുന്നില്ല, ഇനിയോളെ കല്യാണം ഉണ്ടാക്കണമെങ്കിൽ എന്റെ കുട്ടീനെ ഇങ്ങനെ 4 ആള് പിടിച്ചിട്ട് പല്ലക്കിൽ കൊണ്ടുപോയി ഇരുത്തേണ്ടി വരും പുതിയെണ്ണായിട്ടെന്ന്. ശരിയാണ്, എന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. പല്ലക്കിൽ കിടന്നിട്ട് പോയി അങ്ങനെ കല്യാണം കഴിക്കേണ്ട അവസ്ഥ വന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ കല്യാണം ആ സമയത്ത് നമുക്ക് ഏറ്റവും വലുത് നമ്മളെ ഹെൽത്ത് അല്ലേ. അപ്പൊ അങ്ങനെയാണ് കല്യാണം എന്നുള്ളത് നമ്മൾ മാറ്റി വെച്ചത്. കല്യാണം ഇല്ലാതെ നിക്കാഹ് നല്ല ഉഷാറായിട്ട് കഴിഞ്ഞതായിരുന്നു. വലിയ പരിപാടിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും വലിയ പരിപാടിയായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം, ഒരു റിഗ്രറ്റ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നിക്കാഹ് ഒക്കെ ഉഷാറായിട്ട് നടത്തിയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തോന്നലൊന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 5 മാസം വയറ്റിലുള്ള 5 മാസം എന്റെ ഹസ്ബൻഡിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ അസുഖങ്ങൾ കാണുന്നുണ്ടായിരുന്നു, ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഉമ്മച്ചിയാണെങ്കിൽ എന്റെ ഹസ്ബൻഡ് വരുമ്പോൾ നല്ല സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ എനിക്ക് ഈ ഉള്ളി തൂമ്പിക്കൂലേ, നിങ്ങൾ അവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല, ഉള്ളി ഇങ്ങനെ വാട്ടണ സ്മെല്ല് അടിച്ചാൽ തന്നെ ഞാനൊരു ഭാഗത്തുനിന്ന് ബോധം പോയി അങ്ങനെ മൂലക്ക് കിടക്കും.
അപ്പൊ ഞാൻ പറയലുണ്ട്, നിങ്ങള് ഫുഡ് എന്തേലും ആക്കുകയാണെങ്കിൽ അപ്പുറത്ത് എവിടെയെങ്കിലും പോയിക്കാണ്ട് നിന്നോളി, ഇന്റെ അടുത്തേക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എനിക്ക് തീരെ പറ്റാതായിരുന്നു. ഇവര് നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞാൻ അപ്പുറത്തിരുന്നിട്ട് കഞ്ഞി കുടിക്കുക, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ എത്തിയിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങനെ പോകുമ്പോ 5 മാസം എന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. അസുഖങ്ങളൊക്കെ കണ്ടു, എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, എന്റെ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്, ഒക്കെ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സംഭവം നടന്നത് ആ ഒരു 5-ാം മാസത്തിലാണ്. ഞങ്ങള് ലോങ് ഡിസ്റ്റൻസ്ക്ക് പോയി. അത്രയും കൂടെ ഉണ്ടായിട്ട് ഇനി മുന്നോട്ട് എന്റെ കൂടെ നിൽക്കേണ്ട സമയത്ത് ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ്ക്ക് പോയി. നിക്കാഹ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേർപിരിഞ്ഞ് നിന്നിട്ടില്ല. നിക്കാഹ് കഴിഞ്ഞ മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ്. പിന്നെ ലോങ് ഡിസ്റ്റൻസ്ക്ക് പോയി, ദുബായിക്കാണ് പോയത്. അപ്പോ അത് ഞങ്ങൾക്ക് രണ്ടാക്കും ഞങ്ങളുടെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെ പറയാം. ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു അത്. പിന്നെ എന്റെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ മാത്രമല്ലായിരുന്നു, എന്റെ സിസ്റ്ററും കൂടെ പ്രഗ്നന്റ് ആയിരുന്നു. യാര ബേബിയും സിസ്റ്റർ കുട്ടിയും തമ്മിൽ, ഐദോസും യാര ബേബിയും തമ്മിൽ ആകെ 4 മാസത്തെ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ ഞാനൊരു ഭാഗത്ത് ഛർദിക്കും, എന്റെ സിസ്റ്റർ ഒരു ഭാഗത്ത് ഛർദിക്കും. പക്ഷെ എന്റെ താത്ത 3 നേരം ഛർദിക്കും. പക്ഷെ ഓക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ കയ്യായിരുന്നു കേട്ടോ. അല്ലെന്തില്ല, ഓക്ക് ഭക്ഷണം കഴിക്കും ചെയ്യും, അതേപോലെ തന്നെ ഓള് കൊണ്ടേ കൊട്ടും ചെയ്യും. അങ്ങനെയായിരുന്നു ഓളത്. പക്ഷെ എനിക്ക് ഒന്നിനും കഴിയണില്ല, എനിക്ക് ഫുഡ് കഴിക്കാനൊന്നും കഴിയില്ലായിരുന്നു. വെള്ളം കുടിച്ചാൽ വരെ ഛർദിക്കാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ മാറി മാറി ഛർദിക്കണം കണ്ടിട്ട് എന്റെ അപ്പ വരുമ്പോ പറയും, അനക്ക് ഇവിടെ ഒരു വേപ്പില നട്ടൂടെ. അമ്മച്ചിനോട് എപ്പോഴും പറയാം, എനിക്ക് ഇവിടെ ഒരു വേപ്പില നട്ടൂടെ, നല്ലോണം ഉണ്ടായിക്കോളും, നല്ല വളം കിട്ടണുണ്ട്, നല്ല വളം വേണല്ലോ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ കോമഡി പറയും. എന്റെ 5-ാം മാസത്തിലാണ് എന്റെ സിസ്റ്റർ പ്രസവിച്ചത്. എന്റെ ഹസ്ബൻഡ് പോയി കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് എന്റെ സിസ്റ്റർ പ്രസവിച്ചത്. അങ്ങനെ എന്റെ സിസ്റ്റർ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് ഞാൻ 5-ാം മാസത്തെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. 5-ാം മാസത്തെ സ്കാനിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കാനിങ്. നമ്മുടെ ബേബീസിന്റെ എല്ലാ കാര്യങ്ങളും വേർതിരിച്ച് പറഞ്ഞു തരുന്ന ഒരു സ്കാനിങ് ആണല്ലോ. മറിയം സൂറത്തൊക്കെ ഓതിയിട്ടാണ് ഞാൻ അതിന്റെ സ്കാനിങ് സെന്ററിന്റെ ഉള്ളിലേക്ക് കയറിയത്. അപ്പോ എന്റെ ടെൻഷൻ കണ്ടിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര ടെൻഷൻ, എന്താ പറ്റിയത് എന്നുള്ളതില്. പിന്നെ അത് ചോദിച്ചു കഴിഞ്ഞ് ഡോക്ടർ ഇങ്ങനെ നോക്കണ അടിയിൽ തന്നെ സാറിന്റെ അടുത്ത് ചോദിച്ചു, ഫുഡ് എന്തെങ്കിലും കൺട്രോൾ ചെയ്യണുണ്ടോ, ഡയറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ എനിക്ക് ആകെ ടെൻഷൻ ആയിപ്പോയി. എന്താ ഇയാൾ ഇങ്ങനെ ചോദിച്ചത് എന്നുള്ളതായിപ്പോയി. അപ്പൊ തന്നെ മൂപ്പര് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാണ്ട് അപ്പൊ തന്നെ പറഞ്ഞു. അപ്പോ ഒക്കെ സ്കാൻ ചെയ്തതിനു ശേഷം പറഞ്ഞു, എനിക്ക് ഓരോന്ന് വേർതിരിച്ച് കാണിച്ചു തന്നിട്ടോ, ഇതാണ് കുട്ടിന്റെ 2 കണ്ണ്, ഇത് മൂക്ക്, ഇത് ചുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേറെ തന്നെ ഡോക്ടർ സ്ക്രീനിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 2 കയ്യ്, 2 കാല്, വാരിയലിന്റെ ഭാഗം ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊക്കെ മനസ്സിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഒന്നുമില്ല, കുട്ടിക്ക് ഓക്കെ ആണ്, ഒക്കെ ഉഷാറാണ് എന്നുള്ളതിൽ ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം ഭക്ഷണം കഴിക്കണം, ബേബി തീരെ വെയിറ്റ് ഇല്ല, വെയിറ്റ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു. അപ്പോ തന്നെ എനിക്ക് ആകെ ടെൻഷൻ ആയിപ്പോയി. ഡോക്ടർ പറഞ്ഞു, ഇനിയും വെയിറ്റ് കുറയാണ്, കൂടണില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്ത് കളയേണ്ടി വരും എന്നുള്ളതിൽ ഡോക്ടർ സംസാരിച്ചു. അപ്പൊ എനിക്ക് അങ്ങോട്ട് ആകെ കൺട്രോൾ പോയി. നമ്മൾ അത്രയും 5-6 മാസമായതല്ലേ, ശരിയാണ്, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പഠിച്ചോണ്ട് എനിക്ക് തന്നതാണ്. പക്ഷെ വയറ്റിലുണ്ട് എന്ന് അറിഞ്ഞ മുതൽ ഞാൻ അതിന് പ്രിപ്പയർഡ് ആയിരുന്നു. എനിക്കൊരു ബേബി വരാൻ പോവാണ്, ഞങ്ങൾ 3 ആളാവാൻ പോവാണ്, അങ്ങനെ ഒരു ഇതിൽ ഞങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ സ്കാനിങ് റിപ്പോർട്ട് കൊണ്ട് സുധ ഡോക്ടറെ അടുത്തേക്ക് ടെൻഷൻ ആയിട്ടാണ് പോണേ. ഡോക്ടർ എന്താ പറയണോന്ന് അറിയൂല. 5-ാം മാസത്തിൽ യാര ബേബിന്റെ വെയിറ്റ് 350 ഗ്രാം ആയിരുന്നു. വെറും 350 ഗ്രാം മാത്രമേ യാര ബേബി 5 മാസമായിട്ടുള്ളായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ. ഡോക്ടർ അങ്ങനെ പറഞ്ഞു, ഇനി വെയിറ്റ് കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും കുറയുന്നതാണ്, വെയിറ്റ് കൂടണില്ല എന്നുണ്ടെങ്കിൽ എടുത്ത് കളയേണ്ടി വരും എന്നുള്ളതിലാണ് ഡോക്ടർ സംസാരിച്ചത്. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ ആകെ ഡൗൺ ആയി നിൽക്കുന്നു. അങ്ങനെ സുധ ഡോക്ടറെ അടുത്ത് പോയി. സുധ ഡോക്ടറിനോട് പറഞ്ഞു, എന്റെ കവളത്ത് ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് പറഞ്ഞു, ഈ ഒരിക്കലും ടെൻഷൻ ആവണ്ട, ഈ വെള്ളം കുടിക്കണത് വരെ ഛർദിക്കല്ലായിരുന്നു, ആ കുട്ടിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ, കുട്ടിക്കൊന്നും കിട്ടണില്ല, ഈ അത്രയും ഛർദിച്ചു പോകില്ല, അതുകൊണ്ടാണ് ബേബി വെയിറ്റ് വെക്കാത്തത്, ഈ ഒരിക്കലും ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞിട്ട് സുധ ഡോക്ടർ അത്രയും പാമ്പർ ചെയ്ത് അത്രയും ഹെൽപ്പ് ചെയ്തോളൂ കേട്ടോ. സത്യം പറയാലോ, അത്രയും എന്താ പറയാ, ഞാൻ കൂളാവാൻ തന്നെ കാരണം ഡോക്ടറാണ്. ഡോക്ടറിന്റെ അടുത്ത് അത്രയും പറഞ്ഞു, ഈ ഇങ്ങനെ ഛർദിച്ചു പോവല്ലേ, ബ്ലഡ് ആയിട്ട് തന്നെ ഛർദിക്കല്ലേ, അപ്പൊ പിന്നെ ബേബി എങ്ങനെ വെയിറ്റ് കൂടാനാ, ഛർദി ഒക്കെ ഒന്ന് റെഡി ആവട്ടെ, ഛർദി ഒക്കെ ഒന്ന് നിക്കട്ടെ, ഇനി അടുത്ത മാസം വരുമ്പോഴും എനിക്ക് ഛർദി നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മരുന്ന് തരണ്ട്. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഡോക്ടേഴ്സ് ഒന്നും അങ്ങനെ ഛർദിന്റെ ഗുളിക തരൂലല്ലോ. പക്ഷെ ഡോക്ടറിന്റെ സഹി കേട്ടിട്ട് അങ്ങനത്തെ ഛർദി ആയിരുന്നു, ബ്ലഡ് മാത്രമായിട്ട് ഛർദിക്കുക, ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായിരുന്നു. ഓരോ മാസം വെയിറ്റ് നോക്കുമ്പോഴും വെയിറ്റ് ഇങ്ങനെ കുറയാന്നല്ലാതെ വെയിറ്റ് ഗെയിൻ ചെയ്യണേയില്ലായിരുന്നു. അപ്പൊ ഡോക്ടറിന് തന്നെ ടെൻഷനായിരുന്നു, വെയിറ്റ് കൂടണില്ലല്ലോ, എന്താ പറ്റിയത് എന്നുള്ളതിൽ. നല്ലോണം ഫുഡ് കഴിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. പക്ഷെ എന്ത് കഴിച്ചാലും ഛർദിച്ചു വരികയായിരുന്നു.
അങ്ങനെ പിന്നെ ലാസ്റ്റ് സുധ ഡോക്ടർ എനിക്ക് ഛർദി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് തന്നു. എനിക്ക് തോന്നുന്നു അത് കുടിച്ചതിന് ശേഷമാണ് കുറച്ച് കഴിഞ്ഞ് എനിക്കൊരു കുറച്ചൊരു ശമനം എനിക്ക് വന്നത്. അങ്ങനെ ഛർദി ഒരു 6 മാസമായപ്പോഴൊക്കെയാണ് നിന്നത്. അങ്ങനെ പിന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞ സമാധാനത്തിൽ വീട്ടിൽ വന്നു. പിന്നെ എനിക്ക് കുറച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് സിസ്റ്റർ പ്രസവിച്ചു. എന്റെ വീട്ടിൽ ആ സമയത്ത് 3 കുട്ടികളാണ്. എന്റെ സിസ്റ്ററിന് വലിയൊരു മോളുണ്ട്, പിന്നെ ഒരു മോനും ഉണ്ട്, പിന്നെ ചെറിയൊരു കുട്ടി വന്നു. എന്താ പറയാ, ഓനും കൂടെ വന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാനൊരു വീഡിയോ എടുത്തിരുന്നു. വയറ്റിലൊരു കുട്ടിയും നെഞ്ചത്ത് ഐദോസിനും സിസ്റ്ററിന്റെ മോനും വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എന്റെ ഛർദി മരുന്ന് കുടിച്ചിട്ടാണെങ്കിലും ഛർദി മാറി ഒന്ന് റെഡി ആയി വന്നപ്പോഴേക്ക് എനിക്ക് ഒരു ബാക്ക് പെയിൻ തുടങ്ങി. ആ പെയിൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കറിയില്ല അതെന്താ ഇങ്ങനെ പെയിൻ വരുന്നത്. അപ്പോൾ നമ്മളെ മൈൻഡിലുണ്ടല്ലോ പ്രസവമാണ്, ഡെലിവറി ആണ്, പ്രഗ്നൻസി ആണ്, പല ചേഞ്ചസും വരും, ബോഡിക്ക് ചേഞ്ചസ് വരും, മെന്റലി ചേഞ്ചസ് വരും, ഒരുപാട് നമ്മളെ മൈൻഡിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ. ഞാൻ എണീറ്റ് നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ എനിക്ക് ഇതേപോലെ ഇരിക്കുമ്പോഴോ ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഞാൻ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. കിടന്നിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റാത്ത അത്ര പെയിനായിരുന്നു. അപ്പൊ എന്റെ അമ്മച്ചി പറഞ്ഞു, ഒന്ന് ഡോക്ടറിനെ കാണിച്ചു നോക്കുക, എന്താ ഡെലിവറിയിൽ അങ്ങനെ ചേഞ്ചസ് വരും എന്നറിയാം, പ്രഗ്നൻസി ടൈം ആണ്, പല ചേഞ്ചസും വരും, ഹെൽത്തിനാണെങ്കിലും മെന്റലി ആണെങ്കിലും ഒരുപാട് ചേഞ്ചസ് വരും എന്നറിയാം. പക്ഷെ ഇത് കിടക്കുമ്പോ മാത്രം ഒരു പെയിൻ. അപ്പൊ നമ്മൾ ഡോക്ടർ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ കാണിക്കാൻ വേണ്ടിട്ട് പോയി. യാര ബേബി എണീച്ചിരിക്കണോ, ഓളുണ്ട് അവിടെ ഇരിക്കണു. അപ്പൊ അങ്ങനെ ഡോക്ടർ കാണിക്കാൻ വേണ്ടിട്ട് പോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത് ബെഡ് റെസ്റ്റ് തന്നെ വേണം, പിന്നെ പ്ലാസന്റിന്റെ പൊസിഷന് താഴെയാണ്, അല്ലാതെ റെഡി ആയി വരുന്നേ ഉള്ളായിരുന്നു. അപ്പൊ ബെഡ് റെസ്റ്റ് തന്നെ വേണം കേട്ടോ, നല്ലോണം റെസ്റ്റ് എടുക്കണം നിന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തുടക്കം മുതലേ ഡോക്ടർ പറഞ്ഞിരുന്നു പ്ലാസന്റിന്റെ പൊസിഷൻ താഴെയാണ്, ഭാരമുള്ള പണികളൊന്നും ചെയ്യരുത്, ബക്കറ്റ് ഒന്നും പൊന്തിക്കരുത്, ഭാരമുള്ള വസ്തുക്കളൊന്നും പൊന്തിക്കരുത് എന്ന് ഡോക്ടർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തെറാപ്പി എന്തെങ്കിലും ചെയ്യേണ്ടി വരും, ഡെലിവറി കഴിഞ്ഞാൽ ഇത് മാറേണ്ടതാണ്, നല്ല പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് തെറാപ്പി എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാന് വീട്ടിലാണ് റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടക്ക് ഞാന് മെന്റലി ഞാൻ കുറെ ഡൗൺ ആയി പോയിട്ടോ. എനിക്ക് എന്തൊക്കെയോ അതിന്റെ ഇടക്ക് എനിക്ക് പറ്റാത്ത കുറച്ച് സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ മെന്റലി അത്രയും ഞാൻ ഡൗൺ ആയി. അങ്ങനെ എനിക്ക് നല്ലോണം ബാക്ക് പെയിൻ ഉള്ള സമയമാണ്. അപ്പോൾ എന്റെ സിസ്റ്ററിലോ നാട്ടിലേക്ക് വന്നു. ഇന്നെ അങ്ങനെ കൂട്ടി കൊണ്ടുപോയിട്ടില്ലല്ലോ, നമ്മളെ നിക്കാഹ് കഴിഞ്ഞ് അങ്ങനെ എനിക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ സിസ്റ്ററിലോ നാട്ടിൽ വന്ന സമയത്ത് ഓല അവിടെ ആരോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സൽക്കാരം വിളിക്കാനൊക്കെ വേണ്ടിയിട്ട് സൽക്കാരം ഉണ്ടായ പിന്നെ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കൂട്ടിക്കൊണ്ടുപോകൽ എന്നുള്ളതിലല്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ നിക്കാഹിന്റെ അന്നേനെ വീട്ടിലൊന്ന് ജസ്റ്റ് കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 പ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് പോയതുമായിരുന്നു കേട്ടോ. അപ്പോ കൂട്ടിക്കൊണ്ടുപോകൽ എന്നുള്ളതിലല്ലാതെ ഇന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് സൽക്കാരത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സൽക്കാരത്തിന് വേണ്ടി കൊണ്ടുപോയി. നമ്മള് സ്വന്തം വീട്ടില് എത്ര നമ്മൾ വെറുതെ നിന്നാലും വേറൊരു വീട്ടിൽ നമ്മളെ കൊണ്ട് അങ്ങനെ വെറുതെ നിൽക്കാൻ കഴിയൂലല്ലോ. അല്ലെങ്കിൽ എനിക്ക് പെയിൻ ആണ്, എനിക്ക് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞതാണ്, എനിക്ക് അവിടെ വേദന, ഇവിടെ നമ്മൾ അങ്ങനെ പറയൂലല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് അടിച്ചു വരിയിട്ടുണ്ടായിരുന്നു. അടിച്ചു വരി എന്ന് പറയുമ്പോൾ അവിടുത്തെ ചൂല് ഇത്ര ഉള്ളായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ആളാട്ടോ. ഞാൻ നല്ല ഹൈറ്റ് ഉള്ള ആളും പിന്നെ എനിക്ക് അത്യാവശ്യം 7 മാസം കഴിഞ്ഞ സമയമല്ലേ, അപ്പൊ അത്യാവശ്യം വയറും ഉള്ളതായതുകൊണ്ട് എനിക്ക് ഇത്ര വലിപ്പമുള്ള ചൂല് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടാസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇരുന്നിട്ട് കുമ്പിട്ടിട്ട് അടിച്ചു വരുന്നത് എനിക്ക് കിടന്നിട്ട് അടിച്ചു വരുന്ന ഒരു ഫീൽ ആയിരുന്നു. അങ്ങനെ ചെറിയ ചൂലുമല്ല, ഇനി ഞാൻ നല്ല ഹൈറ്റുള്ള ആളായതുകൊണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് കുമ്പിട്ട് അടിച്ചു വരുന്നത് എനിക്ക് കിടന്നിട്ട് അടിച്ചു വരുന്ന പോലെയാണ് തോന്നിയത്. ഞാനിങ്ങനെ അടിച്ചു വരുന്നുണ്ട്, എന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ട് ഇത് പണി പാളോ, എനിക്ക് വേദന, അപ്പൊ തന്നെ ചെറിയൊരു വേദന ഇങ്ങനെ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ അടിച്ചുവരലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാതും കഴിഞ്ഞ് ചൂല് വെച്ചിട്ട് എനിക്ക് കുമ്പിട്ട് കൊടുത്തുനിന്ന് എണീക്കാൻ പറ്റണില്ല. എനിക്ക് ഭയങ്കര വേദന, ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക. പിന്നെ ഞാന് അവിടെ ആരോടും പറഞ്ഞില്ല എനിക്ക് വേദന ഉണ്ട്, എനിക്ക് പറ്റുന്നില്ല എന്ന്. ഞാൻ അപ്പൊ അവിടെ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ സഹിച്ചെന്നെ ഇങ്ങനെ നിന്ന്. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞ് ഞാനിങ്ങനെ വെറുതെ ഒന്ന് എന്റെ ബാക്ക് പിടിച്ചു നോക്കിയപ്പോ ബാക്കില് നമ്മള് നീരൊക്കെ വന്നിട്ട് ഇങ്ങനെ കെട്ടി നിൽക്കൂലേ, അങ്ങനെ നട്ടലിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് നീരുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പൊ പിന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി. ഇതിപ്പോ എന്താ പഠിച്ചോനെ സംഭവം ഒന്നും അറിയൂലല്ലോ. ഞാൻ ഒറ്റക്കാണെങ്കിൽ എന്റെ ബോഡി ഒറ്റക്കാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഉള്ളിൽ ഒരാൾ വളരണില്ല, അപ്പൊ എന്താ ഒന്നും അറിയൂല. അപ്പൊ ഞാൻ എന്റെ അമ്മച്ചിക്ക് വിളിച്ചു, എനിക്ക് ഇങ്ങനെ നല്ല വേദന ഉണ്ട്, പിന്നെ എനിക്ക് ബാക്കിൽ ഇങ്ങനെ എന്തോ നല്ല തടിപ്പുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പം പറഞ്ഞ ഈ ഓൽക്കൊന്ന് കാണിച്ചു കൊടുത്തു നോക്ക്, ഉണ്ടോ നോക്കി, ഞങ്ങൾക്ക് വേദന കൊണ്ട് തോന്നുകയാണോ നോക്കെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ അമ്മാക്കും ഉമ്മമാക്കും ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഓൽക്ക് കാണിച്ചു കൊടുത്തപ്പം ഓൽക്കും നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ നല്ലോണം ഉണ്ട്, ബാക്കിൽ ഞാനൊരു മുഴയായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഓല് നോക്കിയപ്പോഴും മുഴയായിട്ട് തന്നെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ അപ്പം ഉമ്മച്ചി പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് വേഗം കൊടുന്നാളി, ഞാൻ ഇവിടുന്ന് എന്റെ ഉമ്മച്ചി ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് നേരെ വരാം, നിങ്ങൾ ഓളയും കൊണ്ട് പോരീന്ന് പറഞ്ഞു. അപ്പൊ ഞാനും എന്റെ ഫാദറിലോയും കൂടെയാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. പിന്നെ ഉമ്മച്ചി ഇവിടുന്ന് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നെ കണ്ട സമയത്ത് തന്നെ ഡോക്ടറിനോട് ചോദിച്ചത്, എന്നോട് ഞാൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലായിരുന്നു, ഇങ്ങനെ വരാൻ മാത്രം ഭാരമുള്ള എന്ത് പണിയാക്കി ചെയ്തത് എന്നാ ഡോക്ടർ ആദ്യം ചോദിച്ചത്. അങ്ങനെ ഡോക്ടർ ഓയിൽമെന്റ് ഒക്കെ തന്ന് ഞാൻ പിന്നെ എന്റെ വീട്ടിൽ കാട്ടാ വന്നത്. വീട്ടിൽ വന്നിട്ട് ഉമ്മച്ചി ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ പിടിച്ചു തരുമൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ 2-3 ദിവസം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആ പെയിന് നല്ല പെയിൻ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആ നീരൊക്കെ ഒന്ന് ഒഴിഞ്ഞൊക്കെ പോയതിനു ശേഷമാണ് എനിക്ക് ആ പെയിൻ ഒന്ന് കുറഞ്ഞത്. പിന്നെ എനിക്ക് അതേപോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെ കിടക്കുമ്പോൾ മാത്രമുള്ള പെയിനായി, ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉള്ള പെയിന് മാറിയിട്ട് കിടക്കുമ്പോൾ മാത്രമുള്ള പെയിനായിപ്പോയി. അപ്പോഴും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു, കിടക്കുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് കിടക്കാന്ന് പറയുമ്പോൾ കിടക്കുമ്പോൾ തിരിയാനും മറിയാനും പറ്റാത്ത അത്ര ബുദ്ധിമുട്ടിൽ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കൂട്ടിക്കൊണ്ടുപോകൽ ഉണ്ടാക്കണമല്ലോ, പ്രസവത്തിന് കൊണ്ടുവരല, അങ്ങനെ ഒരു ചടങ്ങ് നമ്മളതിലുണ്ടല്ലോ, ഫസ്റ്റ് ഡെലിവറി അല്ലേ. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകൽ ഉണ്ടാക്കി. പിന്നെ നമ്മളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങിൽ അതും കഴിഞ്ഞു. അങ്ങനെ പിന്നെ 9ാം മാസത്തെ സ്കാനിങ്ങിന് പോയപ്പോ ഞങ്ങൾ അതിനേക്കാൾ ടെൻഷനായി. കാരണം എനിക്ക് 5ാം മാസത്തെ സ്കാനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബി വെയിറ്റ് കുറവാണ്, വെച്ചാൽ 350 ഗ്രാമേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത് എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബോഡിക്ക് വന്ന ചേഞ്ചസിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ എനിക്ക് നിന്റെ വേദനയേക്കാൾ ഉപരി എനിക്ക് എന്റെ മൈൻഡിൽ ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. അങ്ങനെ അതൊക്കെ തരണം ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ 9ാം മാസത്തെ സ്കാനിങ്ങില് ബേബി തീരെ വെയിറ്റ് ഇല്ല. 9 മാസമായിന്, 2 കിലോ കഷ്ടിച്ചായിട്ടേ ഉള്ളൂ ബേബി. ഡെലിവറി സമയം അടുക്കാനായി, ഡെലിവറി ഡേറ്റ് ആവാനായി. ആ സമയത്തും ബേബിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 2 കിലോന്റെ അടുത്ത് മാത്രം എത്തിയിട്ടുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അതും ടെൻഷനായി. പിന്നെ ഡോക്ടർ എനിക്ക് മരുന്നൊക്കെ തന്നു കേട്ടോ, വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട്. ഒരു പൊടിയൊക്കെ ഉണ്ടായിരുന്നു കലക്കി കുടിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ. 9ാം മാസമായ സമയം മുതൽ ഞാൻ നല്ലോണം ഫുഡ് കഴിക്കുമായിരുന്നു. രാത്രി എണീച്ചിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം കഴിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് മോക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റിക്കാണ് ഞാൻ വെയിറ്റ് കൂടിയത് കേട്ടോ. അതുവരെ എനിക്ക് ഛർദിയൊക്കെ ആയിട്ട് വെയിറ്റ് ഒന്നും ഗെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ വെയിറ്റ് കൂടിയത്. പിന്നെ ഞാൻ നല്ലോണം ഫുഡ് കഴിച്ച് എനിക്കൊരു 9ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എനിക്കൊരു 15 ദിവസത്തെ ഗ്യാപ്പാണ് പിന്നെ കിട്ടിയത്. ആ ഒരു 15 ദിവസം ഞാൻ നല്ലോണം ഫുഡ് കഴിച്ച് ഞാൻ അത്യാവശ്യം വെയിറ്റും വെച്ചിരുന്നു. ആ ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, ബേബി വെയിറ്റ് ഇല്ലല്ലോ, വെയിറ്റ് കുറവാണല്ലോ എന്നുള്ളൊരു ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ PV ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു നോക്കി. എല്ലാരും പറയുമല്ലോ നല്ലോണം കുറ്റിച്ചൂലെടുത്ത് അടിച്ചാലേ പ്രസവിക്കുള്ളൂ, നല്ലോണം നടക്കണം, നല്ലോണം എക്സസൈസ് ചെയ്യണം, നല്ലോണം പണിയെടുത്താലേ പ്രസവിക്കുള്ളൂ എന്ന് പറയുമല്ലോ. അപ്പൊ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു നോക്കി, ഡോക്ടർ എനിക്ക് നോർമൽ ഡെലിവറി ആവാനാണ് താല്പര്യം, എനിക്ക് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞതല്ലേ, എനിക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ, ഇനി സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളതിൽ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു നോക്കി. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു കൂടുതൽ ഇളകിയിട്ടുള്ള ഒന്നും ചെയ്യണ്ട, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക, നല്ലോണം ബ്രീത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒരു 2-3 റൗണ്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങുക. ലാസ്റ്റ് ആയപ്പെട്ടോ അതാ പറഞ്ഞത്, 2-3 വട്ടം സ്റ്റെപ്പ് കയറി ഇറങ്ങുക, നല്ലോണം ബ്രീത്ത് എടുക്കുക, ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുക, നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഡോക്ടറിനോട് പറഞ്ഞതാണ്. പിന്നെ ഇത് കാണുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഡോക്ടേഴ്സ് എന്താണോ പറയണത് അത് നിങ്ങൾ അതേപോലെ തന്നെ കേൾക്കുക. ചിലപ്പോൾ കുറച്ച് പ്രായമുള്ളവർ പറയും മുറ്റടിച്ചോരിയാല്, ചെറിയ ചൂലെടുത്തിട്ട് മുറ്റടിച്ചോരിയാലേ പ്രസവിക്കുള്ളൂ, സുഖപ്രസവാവണമെങ്കിൽ നല്ലോണം വെള്ളം കോരണം, നല്ലോണം നടക്കണം, സ്റ്റെപ്പ് കയറി ഇറങ്ങണം, നല്ലോണം കുമ്പിട്ട് അടിച്ചു വരണം, ചെറിയ ചൂലെടുത്ത് അടിച്ചു വരണം എന്നൊക്കെ പറയും. പക്ഷെ ഡോക്ടേഴ്സ് എന്താണോ പറയണത്, നിങ്ങളെ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, ഡോക്ടർ എന്താണോ നിർദ്ദേശിക്കുന്നത് അത് നിങ്ങൾ കേൾക്കുക, അത് കേൾക്കാതിരിക്കരുത്. ഡോക്ടർ എന്താണോ, കാരണം എനിക്കത് അനുഭവമാണ്. ഞാൻ ഒരു വട്ടം ഡോക്ടർ പറഞ്ഞതിനെതിരെ ചെയ്ത സമയത്ത് എനിക്ക് ഒരാഴ്ചയോളം ഞാൻ അനുഭവിച്ചതാണ്. എനിക്ക് നല്ല പെയിൻ ആയിട്ട് തന്നെ ആ ഒരു സമയത്ത് വന്നതാണ്. അങ്ങനെ പിന്നെ ഡോക്ടേഴ്സ് എന്താണോ പറയണത് അത് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കണല്ലോ വീട്ടിലെ പ്രസവം,
ഇവരെല്ലായ്മ ഒന്നും അഹങ്കാരം അലങ്കാരമായിട്ട് കൊണ്ട് നടക്കരുത് കേട്ടോ. അതൊന്നും ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. ഒരാള് ശരിക്കും വീട്ടിൽ പ്രസവിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും അതുപോലെ ആയിക്കോണമെന്നില്ല. അതിപ്പോ അങ്ങനെ പറയുമ്പോ ചില ആൾക്കാർ പറയും പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പൊ വീട്ടിൽ പ്രസവിച്ചിട്ടല്ലേന്ന്. എന്റെ അപ്പ അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ കാലം വീട്ടിൽ പ്രസവിക്കാന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മാന്റെ വീടിന്റെ അവിടെ ഇപ്പൊ പള്ളി കമ്മിറ്റിയിലുള്ളതാണല്ലോ. അപ്പോ എന്റെ ഉമ്മാന്റെ വീടിന്റെ ഖബർസ്ഥാനില് പണ്ടത്തെ ആൾക്കാരെ സെക്ഷനില് ഒരു സെക്ഷന് പ്രസവത്തിൽ മരിച്ചുപോയ ഉമ്മമാരതും ഒരു സെക്ഷന് പ്രസവത്തിൽ മരിച്ചുപോയ കുട്ടികളതുമാണ്. അതെന്തുകൊണ്ടാണ്? നമ്മളെ ട്രീറ്റ്മെന്റിന്റെ കുറവല്ല, അന്നത്തെ കാലത്ത് അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇന്ന് പ്രസവത്തിൽ മരിച്ചു പോണില്ല, ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് മരിച്ചു പോണില്ല, അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ കൂടുതൽ മരണം പണ്ട് വീട്ടിൽ വെച്ച് അങ്ങനെ പ്രസവത്തിൽ കുട്ടികൾക്കും ഉമ്മമാർക്കും ഒക്കെ അപകടം പറ്റിയത് നമ്മൾ കുറെ കേട്ടതല്ലേ. അപ്പൊ അങ്ങനെ പറയണോലോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഡോക്ടർ കാണിക്കുക, ഡോക്ടർ എന്താണോ പറയുന്നത് അത് കേൾക്കുക. നിങ്ങൾ കുറെ ചൂലെടുത്ത് അടിച്ചോരിന്ന് വിചാരിച്ചിട്ടും കുറെ വെള്ളം കോരിന്ന് വിചാരിച്ചിട്ടും നോർമൽ ഡെലിവറി ആയിക്കൊള്ളണമെന്നില്ല. എന്താണോ നമ്മളെ ഹെൽത്തിന് എന്താണോ നല്ലത് അതേ കൂടുതലായിട്ട് നമുക്ക് നടക്കുള്ളൂ. സിസേറിയൻ ആണ് പഠിച്ചോ വിധിച്ചതെന്നുണ്ടെങ്കിൽ സിസേറിയൻ ആവാതിരിക്കൂല, അത് എത്ര പണിയെടുത്താണെങ്കിലും. ഇനിയിപ്പോ കുറെ റെസ്റ്റ് എടുത്തിട്ട് എനിക്ക് സി സെക്ഷൻ ആവുള്ളൂ, അങ്ങനെയില്ല. ഞങ്ങൾക്ക് സി സെക്ഷൻ ആവുമോ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല. പിന്നെ നമ്മളെ ഹെൽത്തിന് എന്താണോ നല്ലത് അത് നോക്കുക. ഡോക്ടേഴ്സിനോട് നമുക്ക് വാശി പിടിക്കാൻ പറ്റൂല, എനിക്ക് നോർമൽ ഡെലിവറിയെ പറ്റുള്ളൂ, നോർമൽ ഡെലിവറി ആയാൽ മതി എന്ന് വാശി പിടിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ ചില ആൾക്കാരെ മൈൻഡ് ഉണ്ട്, ചില ഡോക്ടേഴ്സ് എന്തായാലും സി സെക്ഷൻ ചെയ്യും, അത് അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആണ് സെക്ഷനേ ചെയ്യുള്ളൂ, നോർമൽ ഡെലിവറി ചെയ്യൂല, ഓല് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടേഴ്സ് ഇങ്ങനെ പഠിച്ചിട്ട് ഓൽക്കിപ്പോ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എനിക്ക് ഇന്നെ നോക്കിയ ഗൈനക്കിനേല് ഞാൻ 100-ൽ 150% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്റെ ഓരോ ഘട്ടത്തിലും ഇന്നെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സുധ ഡോക്ടർ. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അപ്പൊ ചോദിക്കും അതേത് ഡോക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ അല്ല, അതുപോലെ പണിയല്ലേന്ന്. പക്ഷെ ശാരീരികമായിട്ട് നമ്മളെ ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളെ മനസ്സിന് തരാനുള്ള ഒരു സമാധാനം ഉണ്ട്, അത് എനിക്ക് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ അത്രയും സ്ട്രോങ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ എന്നിട്ട് ഈ 9ാം മാസത്തിൽ ഡോക്ടർ പറഞ്ഞല്ലോ ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്ത് തുടങ്ങാന്ന് പറഞ്ഞപ്പോ ഞാൻ ചെറുതായിട്ട് കോണി കയറി ഇറങ്ങലും ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ലോണം വെള്ളം കുടിക്കും, നല്ലോണം ബ്രീത്ത് എടുത്തിട്ടൊക്കെ വിടലുണ്ടായിരുന്നു. പിന്നെ ഡെലിവറിനോട് അടുക്കാനായ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായി, എനിക്ക് എന്താ പെയിന് വരാത്തത്, പെയിന് വരുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനായി. അങ്ങനെ ഞാൻ കോട്ടക്കുന്നുമ്മ സ്റ്റെപ്പ്, നമ്മളെ കോട്ടക്കുന്നിന്റെ സ്റ്റെപ്പ് കയറും ചെയ്യും കയറാൻ ഇറങ്ങുകയും ചെയ്യും. അതേപോലെ തന്നെ 1-2 റൗണ്ട് നടക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ലാസ്റ്റൊക്കെ ആയപ്പോ യാര ബേബി എണീച്ചിക്കണു. ഇനി ഞാൻ അടുത്ത വ്ളോഗിൽ പറയാ, എന്റെ ഡെലിവറി ഞാൻ അടുത്ത വ്ളോഗിൽ പറയാ, അതല്ലേ നല്ലത്. യാര ബേബി എണീച്ചിക്കണു. ഞാന് ഡെലിവറി വ്ളോഗ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഇൻഷാ അള്ളാ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണു. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേന്നൊന്നും എനിക്കറിയൂല, ഞാനിങ്ങനെ രാത്രി ഇരുന്നിട്ട് ഇങ്ങനെ പറയല്ലേ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. കണ്ടോ യാര ബേബി കരച്ചിൽ തുടങ്ങിയാണ് ഗൈസ്. അപ്പൊ എന്നാ ഞാൻ പോവാണ്. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ടാറ്റാ, ഗുഡ് നൈറ്റ്.